മലപ്പുറം ജില്ലയിലും ഒരു കൈലാസപുരിയുണ്ട്. ആരുടെയും മനം കവരുന്ന ഒരിടം. ചിലർ മലപ്പുറത്തെ കുടജാദ്രി എന്നും വിശേഷിപ്പിക്കും. സഞ്ചാരികളെയും ഭക്തരെയും ഒരുപോലെ ആകർഷിക്കുന്ന കൈലാസപുരി പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. പലപ്പോഴും പല തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. പ്രകൃതിയുടെ മടിത്തട്ടിൽ ആത്മീയമായിട്ടുള്ള ഒരിടം, അത് പലപ്പോഴും പലരെ സംബന്ധിച്ചും സ്വപ്ന തുല്യമാണ്. അത്തരമൊരിടത്തേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. മലപ്പുറം നഗരത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാറി മേൽമുറി 27 എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരിടമുള്ളത്. എനിക്ക് പുറകിൽ കാണാം ഒരുപാട് മലകളുണ്ട്. അതൊക്കെ താണ്ടി വേണം ഇനി നമ്മുടെ യാത്ര മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ച ആ ഒരിടത്തേക്ക് എത്താൻ കഴിയൂ. മനുഷ്യനെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നതാണ് പ്രകൃതി. എന്നാൽ ഈ കാര്യം മനുഷ്യൻ മാത്രം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ എത്തുന്നത് ഒരു മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്, പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മഹാദേവനാണ്. മഹാദേവൻ ശ്രീ പാർവതിയോട് കൂടിയുള്ള മഹാദേവനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ. മഹാദേവൻ സ്വന്തം പ്രതിഷ്ഠ ശിവലിംഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ദേവിയും ശക്തിയായിട്ടുണ്ട്. ഏകദേശം ഒരു 350 വർഷം മുമ്പേ ഇങ്ങോട്ടൊന്നും ആരും ഓർമ്മയില്ല. പൂർവികരിപ്പരെ 100 വയസ്സായ ആൾക്ക് ഞങ്ങൾ കൂടുതൽ മരിച്ചുപോയി. ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാരുടെ അവർക്ക് അച്ഛന്മാരും ഇത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ കാണുന്ന കാലത്ത് ഇതുപോലെയാണ്. പിന്നെ ഇത് ഭൂപരിഷ്കരണം വന്നപ്പോൾ ഊരാളന്മാരെന്നാക്കി ഇതെല്ലാം സർക്കാരിലേക്ക് 10 ഏക്കർ മുൻഭാഗം കാണുന്ന ഭാഗം പ്രൈവറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. ബാക്കി ഇതെല്ലാം ഭൂമിയിലേക്കാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ശ്രദ്ധിക്കാൻ ആരുമില്ലായിരുന്നു. അവരെ ഇത് ഒഴിഞ്ഞു പോയി. പിന്നെ ഇതിങ്ങനെ കടന്നു. പിന്നെ ഇത് മിശുഭൂമിയായിട്ട് സർക്കാർ ഇട്ടത്തല്ല, സർക്കാർ ഇത് ലീസിന് പൊട്ടിക്കാൻ കൊടുത്തു. അങ്ങനെയാണ് ഈ ഭാഗങ്ങളെല്ലാം പൊട്ടിച്ചു പോയി. പിന്നെ 2000 ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് 2000 ഞങ്ങൾ ഇതിന് സ്റ്റേ വാങ്ങി. ക്ഷേത്രഭൂമി കയറി പൊട്ടിക്കും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്റ്റേ വാങ്ങി. പിന്നെ അങ്ങനെ ഇവിടെ തുടങ്ങി. പിന്നീട് ഞങ്ങൾ 2010 ജ്യോത്സ്യരെ പോയി കാണുകയും ജ്യോത്സ്യർ നിർദ്ദേശപ്രകാരം ഒരു ശുദ്ധികലശം നടത്തി. 2010 ആ 2010 ശുദ്ധികലശം നടത്തിയതിനു ശേഷം ഒരു സർപ്പബലി, മൃത്യുഞ്ജോമം, ഭാഗനദി എല്ലാം വെച്ച് ഭഗവത് സേവ എല്ലാം ഇതിന് മുകളിച്ച് നടത്തി. അന്ന് ഈ കോണിയില്ലാത്ത കാലമാണ്. അന്ന് കയറിലെല്ലാം പിടിച്ചിട്ടാണ് കയറ്റുന്നത്. 2011 മാർച്ച് 13-ാം തീയതിയാണ് ഫസ്റ്റ് പൂജ തുടങ്ങി, ബ്രാഹ്മണ പൂജയ്ക്ക് തുടങ്ങി. അതുവരെ ഞങ്ങളായിരുന്നു. 2011 മാർച്ച് വരെ ഞങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും കൂടി, ഇന്നയാളൊന്നുമില്ല, എല്ലാ വീട്ടുകാരും കൂടിയിട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അതിനുശേഷം പിന്നെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ പൂജ നടത്തി വരുന്നു. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്ത് മലമുകളിലെ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അതൊരിക്കലും പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. എന്തായാലും കൃഷ്ണകുമാറിനും വിജീഷിനുമൊപ്പം ഈ സോണൽ കൃഷ്ണ, ജനം, മലപ്പുറം.